ഹായ്, ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് ന്യൂറലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കർവ് ലൈനിൻ്റെ ഹാൻഡ് ബാലൻസിങ് പഠിക്കാൻ പോവാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഹാൻഡ് ബാലൻസിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡിങ് ലൈൻ, സ്ലിപ്പിംഗ് ലൈന് അതെങ്ങനെ വരയ്ക്കണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കാം. നമുക്ക് കർവ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാം. മെയിനായിട്ട് സർക്കിൾ വരച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഫ്രീ ഹാൻഡ് ആയിട്ട് സർക്കിൾ എങ്ങനെ വരയ്ക്കാൻ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ചേർത്തിട്ട് വളരെ പതുക്കെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സർക്കിൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല. പ്രാക്ടീസിങ് ചെയ്യുക അത് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിരിക്കും. ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ വളഞ്ഞോട്ടെ കുഴപ്പമില്ല. നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇനി സർക്കിൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ കേരള മ്യൂറൽ പെയിന്റിങ്ങിൽ നിറയെ ഷേപ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സർക്കിൾ ഉറപ്പായിട്ട് അതിലുണ്ട് കിരീടമൊക്കെ വരയ്ക്കുമ്പോൾ. അപ്പോൾ അതൊന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രാക്ടീസിങ് ചെയ്യുമ്പോൾ കൈ നല്ലോണം വഴങ്ങാൻ വേണ്ടിയിട്ടാണ്, വഴങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സർക്കിൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ക്ലോക്ക് വൈസ് ആണ് നമ്മൾ വരയ്ക്കുന്നത് വെച്ചാൽ ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണ വരയ്ക്കും ക്ലോക്ക് വൈസ് തന്നെ വേണം. സപ്പോസ് ആന്റി ക്ലോക്ക് വൈസ് ആണ് വരയ്ക്കുന്നത് വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യണ വരെയും അത് അങ്ങനെ തന്നെ ചെയ്യുക. ഇതാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതേപോലെ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇനി ഒരു സർക്കിൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പം എന്താ പറയുക, കുറച്ചും കൂടി നല്ല ഫോക്കസ് കിട്ടും. മാത്രമല്ല നമ്മൾ കേരള മ്യൂറൽ പെയിന്റിങ്ങിൽ ഇതേപോലെ ഡിസൈൻസ്, ഓർണമെന്റ് ഡിസൈൻസ് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിനൊരു പ്രാക്ടീസിങ്ങും ആവും. പിന്നെ ഒരു പാറ്റേൺ ആണ് ഇതേപോലെ ചെറിയ കർവ്ഡ് ലൈൻസ് വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈക്വൽ ഡിസ്റ്റൻസിൽ ലെഫ്റ്റും റൈറ്റും മാക്സിമം പ്രാക്ടീസ് ചെയ്തെടുക്കണം. കർവ് ലൈൻസ് വരച്ചിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. കാരണം നന്നിട്ട് നല്ലോണം കയ്യിനൊരു വഴക്കം കിട്ടും. മാത്രമല്ല നമ്മൾ മ്യൂറൽ പെയിന്റിങ്ങിൽ ഈ സ്മൈൽ ലൈൻ ഒക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കർവ് ലൈൻസ് ആണ്. അപ്പോൾ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരാൻ നല്ല ഹെൽപ്ഫുള്ളാണ് ഈ പ്രാക്ടീസിങ്. പിന്നെ ഈ സർക്കിൾ പോലെ തന്നെ പ്രധാനപ്പെട്ട വേറെ ഒരു ഷേപ്പാണ് ഓവൽ ഷേപ്പ്. ഇതിപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല പ്രാക്ടീസ് ചെയ്യാൻ. പക്ഷേ ഈ ചിത്രം ഇങ്ങനെ വരച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലോണം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഷേപ്പാണ് ഈ ഓവൽ ഷേപ്പ് എന്ന്. അപ്പോൾ ഈ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ നിറയെ മൃഗങ്ങളും പക്ഷികളൊക്കെ വരയ്ക്കുമ്പോൾ ഇപ്പോൾ പശു ഉണ്ടാവും, മാനുണ്ടാവും, അരയന്നം ഉണ്ടാവും, അതുപോലെ മത്സ്യങ്ങളുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത് ഓവൽ ഷേപ്പ് എന്നാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഓവൽ ഷേപ്പ് നല്ലപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ. ഞാൻ പല സ്ഥലത്തും നല്ലോണം സ്ട്രഗിൾ ചെയ്തതായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹാൻഡ് ബാലൻസിങ് പഠിക്കുന്ന സമയത്ത് ഇത് കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾക്കത് ഉപയോഗമാവും എന്നിട്ട്. ഇപ്പം ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും പ്രാക്ടീസിന് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 1 hour ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. മറ്റേ സ്ട്രെച്ച് എടുക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും. കാരണം ഇങ്ങനെ തന്നെയാണ് ഞാനും പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയൊരു ഹാൻഡ് ബാലൻസിങ് ടെക്നിക്കുമായിട്ട് വരാം. ഉറപ്പായിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.